ഗുഡ് ഈവനിങ് ഓൾ, വെൽക്കം ടു ക്രിസ്റ്റൽ. ക്രിസ്റ്റലിന്റെ നെറ്റിന്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കിന്റെ ചില അപ്രോച്ചുകളും ഡിസ്കഷൻസും ആണ് നടത്തുന്നത്. വി ഹാവ് ദ മുഗൾസ്, അല്ലെ? മുഗൾസിന്റെ ക്രോണോളജിയും കാര്യങ്ങളും, ഗ്രേറ്റ് മുഗൾസ് ആരാണ്, ലേറ്റർ മുഗൾസ് ആരൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ റൂളേഴ്സും അവരുടെ കാലഘട്ടത്തിലെ ഇവന്റ്സും പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ആ ഒരു ടോപ്പിക്ക് വെച്ചിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ആണ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. So, in this particular episode, we are discussing life events of ബാബർ. ബാബറിന്റെ ലൈഫ് ഇവന്റ്സുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാബർ നിങ്ങൾക്കറിയാം, അദ്ദേഹം വലിയൊരു കോൺക്രർ ആണ്, ആസ് വെൽ ആസ് വൺ ഓഫ് ദി സ്കോളർ കൂടിയാണ്. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന പുസ്തകം തന്നെ നിങ്ങൾക്ക് അതിന് തെളിവായിട്ട് പറയാനൊക്കെ പറ്റും. അപ്പൊ ലൈഫ് ഇവന്റ്സ് ഓഫ് ബാബറുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടൈം ലൈൻ ബേസ്ഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ അഡ്വാൻസ്ഡ് ക്ലാസ് റൂം ക്ലാസ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കുറച്ച് ടോപ്പിക്സ് കൂടെ ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ദ പോയിന്റ് ഇസ് ദാറ്റ് 1483 ഫെർഗാനയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ജനിക്കുന്ന സ്ഥലം നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഫെർഗാന എന്ന് പറയുന്നത് ഇസ് എ ഫെർഗാന പ്രിൻസിപ്പാലിറ്റി ഓർ വാല്യൂ ദാറ്റ് ഈസ് കറന്റ് ഉസ്ബെക്കിസ്ഥാൻ റീജിയൻ ആണ്. ഉസ്ബെക്കിസ്ഥാൻ റീജിയൻ അതൊക്കെ എന്ന് പറയുന്നത് തിമൂറിന്റെ കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങളാണ്. അന്ന് തിമൂർ ഈ ഉസ്ബെക്കിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്ന സമയത്ത് തിമൂറിന്റെ ക്യാപിറ്റൽ ആയിരുന്നു സമർക്കന്ത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട്, ആ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആളാണ് ബാബറിന്റെ ഫാദർ. ഫാദറുടെ പേരായിരുന്നു ഉമർ ഷെയ്ഖ് മിർസ എന്ന് പറയുന്ന ആള്. അദ്ദേഹമായിരുന്നു ഫർഗാനയുടെ ചാർജിൽ ഉണ്ടായിരുന്ന ഗവൺമെന്റ് ഹെഡ്, അല്ലെങ്കിൽ നോബിൾ എന്ന് പറയുന്ന രൂപത്തിൽ, എമിർ എന്നൊക്കെ വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ കിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ബിക്കോസ് ആ റീജിയന്റെ പ്രിൻസിപ്പാലിറ്റിയുടെ ഹെഡ് ആര് തന്നെയായിരുന്നു, ഉമർ ഷെയ്ഖ് മിർസ ആയിരുന്നു. അദ്ദേഹത്തിന്റെ മകനായിട്ടാണ് ബാബർ ജനിക്കുന്നത്. ആൻഡ് ദേ ബിലോങ്സ് ടു ദിസ് ചെഗുതായ് ക്ലാൻ. ചെഗുതായ് എന്ന് പറയുന്ന തുർക്കിഷ് വേരിയന്റ് ആയിട്ടുള്ള ഒരു ക്ലാൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ സംസാരിക്കുന്നത് തുർക്കിഷ് മോഡ് ഓഫ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ടാണ് ബാബറിന്റെ ഓട്ടോബയോഗ്രഫി നമ്മൾ ബാബർനാമയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അതിന്റെ ഒറിജിനൽ പേരെന്താണ്, തുസുക്കി ബാബരി എന്ന് പറയുന്ന വർക്കാണ്. ഓക്കെ, അതിനെ പിന്നെ പേർഷ്യൻ ഭാഷയിലോട്ട് മാറ്റിയതാണ് ബാബർ നാമ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുമ്പിൽ ഇട്ട് തരുന്നുണ്ട്. നിങ്ങൾ എത്രമാത്രം ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നോക്കുക. കാരണം അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഫർദർ വീഡിയോ ഡിസ്കഷൻസ് എല്ലാം പോകുന്നത്. ഒന്നാമത്, അങ്ങനെയെങ്കിൽ തുസുക്കി ബാബരി എന്ന് പറയുന്ന ഈ ഒരു ഗ്രന്ഥം പേർഷ്യയിലോട്ട് ട്രാൻസ്ലേഷൻ നടത്തിയത് ആരാണ്? ഒന്ന് നമ്പർ ഇട്ടിട്ട് നിങ്ങൾ ഈ ആൻസർ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പരീക്ഷയ്ക്ക് ആ വ്യക്തി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ രീതിയിലൊന്ന് അറിഞ്ഞിരിക്കുക. അങ്ങനെ ഫർഗാനിൽ നിന്നും സമർക്കന്ത് പിടിച്ചെടുക്കാൻ വേണ്ടി ബാബർ ഭരണത്തിൽ വന്നതിന് ശേഷം ശ്രമിക്കുന്നുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി മുഹമ്മദ് ഷെയ്ബാനി ഖാൻ എന്ന് പറയുന്ന മറ്റൊരു റൂളർ അദ്ദേഹത്തിന് ചലഞ്ചിങ് ആയിട്ട് അവിടെ പലപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സമർക്കന്ത് ഷെയ്ബാനി ഖാന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ ബാബറിന് പറ്റിയിട്ടേ ഉണ്ടായിരുന്നില്ല. രണ്ടും പിന്നീട് മൂന്നാമതും തവണ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പരാജയപ്പെട്ടു. അപ്പൊ ബാബർ കുറച്ചുകൂടെ സൗത്തിലോട്ട് മാറിയിട്ട് 1504 കാബൂൾ, അഫ്ഗാനിസ്ഥാന്റെ കാബൂൾ പിടിച്ചെടുത്തിട്ട് 1504 മുതൽക്ക് കാബൂളിന്റെ കിങ് ആയിട്ടാണ് പിന്നെ പ്രവർത്തിക്കുന്നത്. കാബൂളിന്റെ രാജാവായിട്ട് മൂന്നാമതായിട്ട് സമർക്കന്ത് പിടിച്ചെടുക്കാൻ നോക്കി, വിജയിക്കുന്നില്ല. അവസാനം തീരുമാനിച്ചു ഇനി അങ്ങോട്ട് പോകണ്ട, താഴോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നിന്നുണ്ട്. സിന്ധ് കോൺഗ്രസിലോട്ടൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് 1519 പഞ്ചാബ് പിടിച്ചെടുത്തു. ഇന്നത്തെ ടോട്ടൽ പഞ്ചാബ് എന്ന് പറയുന്ന പാകിസ്ഥാൻ അടക്കമുള്ള പഞ്ചാബ് പിടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1524 കത്ത് വരുന്നത്. എവിടുന്ന കത്ത് വരുന്നത്? ഇബ്രാഹിം ലോധിക്ക് എതിരായിട്ടുള്ള കത്താ വരുന്നത്. ആരാണ് കത്ത് കൊടുത്തയക്കുന്നത്? ദാറ്റ് ഈസ് ദൗലത്ത് ഖാൻ ലോധി. ദൗലത്ത് ഖാൻ ലോധി കത്തയച്ചു. ബാബർ ടീമിനെ പറഞ്ഞയച്ചു. കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഫൈനൽ റിസൾട്ട്, അല്ലെങ്കിൽ അഞ്ചാമതായിക്കൊണ്ട്, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ദ ഫിഫ്ത് അറ്റംപ്റ്റ് വാസ് ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ്. 1526 ഏപ്രിൽ 21 ബാബർ പാണിപ്പത്ത് യുദ്ധത്തിൽ നേരിടുന്നത്. ചരിത്രം വളരെ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ 12,000 വരുന്ന ആർമിയും 1,00,000 വരുന്ന ആർമിയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ബാബർ വിജയിച്ചു. എന്തുകൊണ്ടെന്നല്ലേ? അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ടെക്നിക്സ് ഓർ ടെക്നോളജി ഓർ ടെക്നിക്സ്? ഇസ് എ ടെക്നിക്, അല്ലെങ്കിൽ നമ്മൾ യുദ്ധത്തിലായതുകൊണ്ട് ടാക്ടിക്സ് എന്ന് വിളിക്കും, തന്ത്രങ്ങൾ ദാറ്റ് വേർ യൂസ്ഡ് ബൈ ബാബർ. ബാബർ പാനിപ്പത്ത് യുദ്ധത്തിൽ വിജയിക്കാൻ കാരണമായിട്ടുള്ള ആ ടാക്ടിക്കുകൾ എന്തൊക്കെയായിരുന്നു? ഇതും രണ്ടും നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ നിങ്ങളുടെ പഠനം അത്യാവശ്യം കോംപ്രഹെൻസീവ് ആയിട്ട് പഠിക്കാനും പറ്റും. ഇതാണ് ബേസിക് ആയിട്ട് ബാബറിന്റെ ലൈഫ് ഇവന്റുമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കണം. അറ്റൻഡ് ചെയ്യാത്തവർ വെറുതെ വീഡിയോ കണ്ടു പോവുകയാണ്, അതല്ല വേണ്ടത്. നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അത് എഴുതാമെന്നുള്ളതാണ്. മുമ്പുള്ളവർ അത് ആൻസർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ആൻസർ ഇൻവാലിഡ് ആയി പോകുന്നില്ല.
അപ്പോൾ ആ രീതിയിൽ രണ്ടാമത്തെ ആൻസർക്ക് കൃത്യമായിട്ട് എഴുതാനും ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു ഡിസ്കഷൻ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെറ്റ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി ക്രിസ്റ്റലിന്റെ മെന്റർഷിപ്പ് ബാച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള അഫോർഡബിൾ ഫീസ് പ്രോഗ്രാമിൽ എല്ലാ കോഴ്സസും ലഭ്യമാകുന്ന പ്രോഗ്രാമാണ് മെന്റർഷിപ്പ് ബാച്ച്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പറയാം കേട്ടോ. ദാറ്റ്സ് ഓൾ. താങ്ക് യു.